സാംസങ്ങിൻ്റെ സാംസങ് F02s എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാംസങ് F02sൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സാംസങ്ങിൻ്റെ F02s എന്ന് പറയുന്നത് M02s എന്ന് പറയുന്ന ഫോണിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻസും പ്രൈസ് റേഞ്ചിലും വരുന്ന ഒരു ഫോൺ തന്നെയാണ്. ഈ സാംസങ് M02s ആമസോൺ വഴിയാണ് സെയിൽ നടക്കുന്നത്. ഈ F02s സെയിൽ വരാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയാണെന്നാണ് ഈ പറയാൻ കഴിയുന്നത്. ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോ തന്നെയാണ് ഫോൺ വരുന്നത്. 60 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ ഒരു 9000 10,000 പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേയും 60 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒന്നും വലിയ തരക്കേടില്ലാത്തത് തന്നെയാണ്. ഒരുവിധം എല്ലാ ഫോണുകളിലും ഇതൊക്കെ തന്നെയാണ് ഇപ്പം വരുന്നത്. ഡിസ്പ്ലേയിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചും കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സാംസങ് എന്താണ് ഒഴിവാക്കിയെന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. പിന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസാണ് ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഡയമണ്ട് കട്ട് ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 3 കളർ വേരിയൻറ്റിലാണ് ഫോൺ വരാൻ പോകുന്നത്. ഡയമണ്ട് ബ്ലൂ, ഡയമണ്ട് വൈറ്റ്, ഡയമണ്ട് ബ്ലാക്ക്. 196 ഗ്രാം വെയ്റ്റും 9.1 mm തിക്നെസ്സുമാണ് ഫോൺ വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വെയിറ്റൊക്കെ തന്നെയാണ്. ഈ ഫോണിൽ വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 450 എന്ന് പറയുന്നതാണ്. ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മറ്റ് ഫോണുകൾ കുറച്ചുകൂടി നല്ല പ്രോസസ്സറൊക്കെ കൊടുക്കുന്നുണ്ട്. അത്ര ബെസ്റ്റ് പ്രോസസ്സറാണെന്നൊന്നും ഈ ഒരു പ്രൈസിൽ പറയാൻ കഴിയില്ല. 2 വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. 3GB 32GB വേരിയൻറ്റും 4GB 64GB വേരിയൻറ്റും. eMFC 5.1ൻ്റെ സ്റ്റോറേജുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. 1 TB വരെ ഈ ഫോണിൽ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും കഴിയും. 3.5 mmൻ്റെ ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 10ലാണ് ഈ ഫോൺ വരുന്നത്. 1 UI സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡിൻ്റെ 11 ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തായിട്ട് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലുള്ള മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പർച്ചറിലുള്ള മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ 2.4 അപ്പർച്ചറിലുള്ള ഡെപ്ത് സെൻസറുമായിട്ടാണ് ക്യാമറ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 5 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. മറ്റു ഫോണിലൊന്നും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല, 10 വാട്ടേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസ് തന്നെ ആയിരിക്കും. Type-C പോർട്ടുമായിട്ടാണ് ഈ ഫോണും വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 3GB 32GB വേരിയൻറ്റിന് 8999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 9999 രൂപയാണ് വില വരുന്നത്. ഏപ്രിൽ 9 മുതലാണ് ഇതിൻ്റെ സെയിൽ ഫ്ലിപ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.